ചക്കക്കുരു വെച്ചുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു 40 ചക്കക്കുരു ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ചേർക്കാൻ കുറച്ച് തേങ്ങ, ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ അതിന് ആവശ്യമായ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് 1/2 ഗ്ലാസ് ഗോതമ്പ് മാവും കൂടെ എടുക്കാം. ജാറിലോട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം. ചക്കക്കുരു ഇട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1 സ്പൂണ് നെയ്യിടാം. കട്ട് ചെയ്ത് വെച്ചേക്കണ അണ്ടിപ്പരിപ്പ് ഒന്ന് അതിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് കോരി മാറ്റാം. ഈ നെയ്യിലോട്ട് പൊടിച്ച് വച്ചേക്കുന്ന തേങ്ങ ഒന്ന് അതിലോട്ടിട്ടൊന്ന് ചൂടാക്കാം. അതിലോട്ട് അരച്ച് വെച്ചേക്കുന്ന ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് ഇതിലോട്ടൊന്ന് ചേർക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. ഞാൻ 1/2 ഗ്ലാസ് ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഗോതമ്പ് മാവാണ് ഇതിലോട്ട് ചേർക്കണം. ഇതൊന്ന് കുറേശ്ശായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം എല്ലാ മാവും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൽ മൈദ മാവ് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പം ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്. ഇതിലോട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചൊഴിക്കാം. കൈയിടാതെ ഒന്ന് ഇളക്കണം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. സ്പൂണിന് നെയ്യ് ഒഴിക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് അല്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് ഇത് 10-20 മിനിറ്റൊക്കെ ഇത് കുക്ക് ചെയ്യണം. ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. നമുക്കിത് റെഡിയാവാറായി. നെയ്യൂടെ ചേർക്കാം. 1 സ്പൂണിന് എടുത്ത് വെച്ചേക്കുന്ന നട്ട്സ് ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമ്മൾ വെറുതെ കളയുന്ന ചക്കക്കുരു വെച്ച് തന്നെ ഇതുപോലെയുള്ള ഹൽവ പോലെ ഉണ്ടാക്കിയെടുക്കാം. പാകമായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരല്പം നെയ്യ് തേക്കാം. ഈ പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം. സ്റ്റിക്ക് വെച്ചൊന്ന് എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഈ രീതിയിലൊന്ന് നിരത്തി ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. നിരത്തി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. സൈഡൊന്ന് ഇളക്കി കൊടുക്കാം.
ചക്കക്കുരു കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഒന്ന് ടേസ്റ്റ് നോക്കാം നമുക്ക്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ചക്കക്കുരു കൊണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.